ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു സോസേജ് ബണ്ണ് വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല സോഫ്റ്റും ഫ്ലഫിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ബണ്ണ് റെഡിയാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിന് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, പഞ്ചസാര, ഉപ്പ്, ബട്ടർ, മിൽക്ക്, ഈസ്റ്റ്, സോസേജ്, ഇത്രയും സാധനങ്ങൾ മതി. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഡോ ഉണ്ടാക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പോളം ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2.5 ടീസ്പൂണ് ഷുഗറും 1.25 ടീസ്പൂണ് ഉപ്പും, ഈസ്റ്റ് ഒരു 1.25 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം റൂം ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആയിട്ടിരുന്ന ബട്ടർ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2.5 കപ്പോളം മൈദ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇൻ കേസ് വെള്ളം അല്ലെങ്കിൽ പാൽ കൂടിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പാൽ ഒത്തിരി ഡ്രൈ ആണെങ്കിൽ കുറച്ച് വാം മിൽക്ക് ഒഴിച്ച് കൊടുത്ത് കുഴയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം നമുക്ക്. അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നീഡ് ചെയ്തെടുക്കണം ഒരു 10 മിനിറ്റോളം. അപ്പോഴത്തേന് ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇത് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ടൈമിൽ നമുക്ക് സോസേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ സോസേജ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ബോയിൽ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ ഒരു പാനിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡോവിൻ്റെ. ഇനി നമുക്കിതിനെ ഈക്വലി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഞാനിത് സ്മോൾ 8 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അതിതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കി കൊടുക്കണം. ഞാൻ എല്ലാ പീസസും ഇതുപോലെ റോൾ ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ പരത്താനായിട്ട് തുടങ്ങണം. അപ്പോൾ ബാക്കിയുള്ള ഡോ എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കണം, ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട്. ഞാനിത് നീളത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. നടുഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലും സൈഡിൽ രണ്ടും കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം ആ ജോയിൻറ്റിൻ്റെ അവിടെ നമുക്കിങ്ങനെ പതുക്കെ പിഞ്ച് ചെയ്ത് ഒന്ന് ശരിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. സോസേജിൻ്റെ ഒരു നീളത്തിന് അനുസരിച്ച് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ സോസേജിന് ചുറ്റും ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എഡ്ജ് നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്നാക്കി നമ്മുടെ ഡോവിൻ്റെ 2 അറ്റവും ഇതുപോലെ ഉള്ളിലേക്കാക്കി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. കാരണം ബേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വിട്ടുപോരും. ബട്ടർ പേപ്പറിൽ ലൈൻ ചെയ്ത ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡോവും നമുക്ക് ചെയ്തെടുക്കാം. സോസേജിൻ്റെ ഒരു നീളത്തിനനുസരിച്ച് ഈ ഡോവിൻ്റെ നീളം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് ഒരു 45 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പം സോസേജിനൊരു മുകളിൽ ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ വെളുത്ത എള്ള കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓവൻ 350 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സോസേജ് ബണ്ണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.